Hi friends, ഇന്ന് നമുക്ക് ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇന്ന് എൻ്റെ അച്ഛൻ്റെ പ്രിപ്പറേഷൻ ആണ്. അതിന് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക്, ഇതൊന്ന് പരട്ടി വെക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് ഇത് നന്നായി പരട്ടി വെക്കാം. നന്നായി ഈ മസാല ഇതിലേക്ക് മിക്സ് ചെയ്ത് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പരട്ടി വെച്ചിരിക്കുന്ന ഈ ബീഫ് നമുക്ക് കുക്കറിൽ ഇട്ട് വേവിക്കാം. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട, കാരണം വെന്ത് വരുമ്പോൾ ബീഫിൽ വെള്ളം ഉണ്ടാവും. 4 വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ബീഫ് വെന്ത് വരും. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കേട്ടോ ഇതിൽ. നമുക്കിനി ഇതൊന്ന് വെന്ത് വരട്ടെ. ബീഫ് 4 വിസിൽ വന്നിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. കണ്ടോ, ഇതിൽ വെള്ളം, ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, എന്നിട്ടും വെള്ളമുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. ഉരുളി ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട്. ഓരോ ടേബിൾ സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 1 സവാള അരിഞ്ഞത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി. മല്ലി മുളകൊക്കെ നന്നായി മൂക്കട്ടെ. ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല ഇട്ടുണ്ട്. സവാളയും എല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് ഇതിലേക്ക് നന്നായി ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. മസാലയെല്ലാം നന്നായി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ബീഫിലെ വെള്ളം വറ്റി വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിച്ചെടുക്കാം. നന്നായി ഇളക്കി ഇത് വറ്റിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. ബീഫിന്റെ വെള്ളം വറ്റി വരും. ഇതിലേക്ക് 2 സ്പൂൺ കൂടിയും കുരുമുളക് പൊടി ഇട്ട് നന്നായി ഇളക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഞങ്ങൾ വറ്റിച്ചെടുക്കാൻ. നന്നായി സിമ്മിലിട്ടിട്ട് നന്നായി ഇത് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി ഡ്രൈ ആക്കണമെങ്കിൽ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thank you.